ഇപ്പോൾ CPM-ലെ ഏറ്റവും ശക്തനായ നേതാവ് MA ബേബിയാണ്, പിണറായി അല്ല. CPM-ന്റെ ഏറ്റവും വലിയ ബോഡിയാണ് പോളിറ്റ് ബ്യൂറോ. പോളിറ്റ് ബ്യൂറോയെ നയിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്, അത് ബേബിയാണ്. ബേബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർ കമ്മിറ്റിയാണ് MV ഗോവിന്ദനും വിജയരാഘവനും പിണറായി വിജയനും അടങ്ങുന്ന പോളിറ്റ് ബ്യൂറോ, 18 അംഗ പോളിറ്റ് ബ്യൂറോ. ഈ പോളിറ്റ് ബ്യൂറോയുടെ നായകൻ എന്ന് പറയുന്നത് MA ബേബി ആയിരിക്കും. ഈ പോളിറ്റ് ബ്യൂറോയിൽ ബേബി ഒഴിച്ചാൽ കേരളത്തിൽ നിന്നുള്ളത് 3 പേരാണ്: MV ഗോവിന്ദനും പിണറായി വിജയനും വിജയരാഘവൻ. പിന്നെ വിജു കൃഷ്ണൻ മലയാളിയാണെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ ആളല്ല. പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയുടെ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. വിജു കൃഷ്ണനും പിണറായിയുടെ ശിഷ്യനായി വളർന്നു വന്ന ആളല്ല. അതായത് പിണറായിക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷമില്ല എന്നർത്ഥം. പിണറായിയും കേരളത്തിലെ 3 പേരും പിണറായിയെ സംരക്ഷിക്കുന്ന കുറച്ച് പേരുമുണ്ട്. അതിനപ്പുറത്തേക്ക് പോളിറ്റ് ബ്യൂറോയുടെ നിയന്ത്രണം പൂർണ്ണമായും MA ബേബിയുടെ കയ്യിൽ വരും. ബേബി അങ്ങനെ ആരെങ്കിലും പറയുന്നിടത്ത് ഒപ്പുവയ്ക്കുകയും തലയാട്ടുകയും ചെയ്യുന്ന നേതാവല്ല, തലയെടുപ്പുള്ള നേതാവാണ്. SFIയുടെയും DYFIയുടെയും ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. കൊല്ലം SN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചതിന് ജയിലിലായതുകൊണ്ട് അന്ന് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആളാണ്. എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. വളരെ ശക്തമായ ആശയ അടിത്തറയുള്ള ആളാണ്. എനിക്ക് വളരെ വ്യക്തിപരമായി ബേബി അറിയാം. എന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി വളരെ മാന്യമായ ബന്ധം എനിക്ക് ബേബി സഖാവുമായി ഉണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായിസത്തിനെതിരെയുള്ള എന്റെ യുദ്ധം അത് CPM-നെതിരായി മാറിയതുകൊണ്ട് ഞാൻ ഈ നേതാക്കന്മാരോട് അകലം പാലിക്കുന്നത് മാത്രമാണുള്ളത്. ആദർശനിഷ്ഠയുള്ള നേതാവാണ്. മറ്റ് ആരോപണങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും ആദർശനിഷ്ഠയുടെ കാര്യത്തിലും ആശയുറപ്പിന്റെ കാര്യത്തിൽ ബേബി ആർക്ക് കുറ്റം പറയാൻ കഴിയില്ല. 2016 ജിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് അയാളുടെ അമ്മ മഹിതയെ തല്ലിച്ചതച്ചപ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. അത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട്. പാർട്ടിയുടെ തിരുത്തൽ ശക്തിയായി മാറിയ ആളാണ്. പോളിറ്റ് ബ്യൂറോയിൽ വന്നു, പിന്നീട് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയപ്പോൾ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പറയപ്പെട്ടു. പക്ഷേ പിണറായി പിടിമുറുക്കുകയും പിണറായിയുടെ ശക്തിയിൽ ബേബി അടക്കമുള്ളവർക്ക് പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു.